ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. നിയമവകുപ്പും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കോടതി വിധികളുടെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രശ്നപരിഹാരത്തിന് സാധിക്കും. വിഷയത്തിൽ സർക്കാരുമായി യോജിച്ചു പോകുവാൻ തയ്യാറെന്നും സഭ അറിയിച്ചു. വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്, ഇപ്പോൾ ഇനി ഒരു ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലേക്കാണോ? മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൽ വീണ്ടും വിഷയം ചർച്ചയാവുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമുണ്ടെന്നും അതുപോലെ തന്നെ സ്വപ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ സഭാ തർക്കം പരിഹരിക്കുക എന്നത് തന്റെ സ്വപ്നമാണെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ ഇത്തരത്തിൽ പത്രക്കുറിപ്പിൽ പറയുന്നത്. നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നിലവിലെ കോടതി വിധികളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നുവെന്ന് ഈ പത്രക്കുറിപ്പിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സഭാ തർക്കത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം. വിഷയത്തിൽ സർക്കാരുമായി യോജിച്ചു പോകാൻ സഭ തയ്യാറാണ്. പക്ഷപാതരഹിതമായി ഈ ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻ സർക്കാരുകളും ക്രിയാത്മകമായി ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ കോടതി വിധികളുടെയും സഭാ ഭരണഘടനയും അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒരു വിഭാഗം മാറി നിന്നതാണ് സമാധാനത്തിന് ഇടങ്കോലിട്ടതെന്നും ഓർത്തഡോക്സ് സഭ ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ മറുപക്ഷവും മുഖ്യമന്ത്രിയുടെ സ്വപ്നം സഫലമാക്കാൻ സഹകരിക്കുമെന്ന് പ്രത്യാശിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. ഏതാണെങ്കിലും വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പ്രതിസന്ധികളൊക്കെ എത്ര വലുതാണെന്ന്. വീണ്ടും ഈ വിഷയം സർക്കാരിന് മുമ്പിൽ, സർക്കാർ ഇതിനൊരു മുഖ്യമന്ത്രി തന്നെ അതൊരു സ്വപ്നമാണ്, ഈ പ്രശ്നം പരിഹരിക്കുക എന്നൊരു സ്വപ്നമാണെന്ന് പറയുമ്പോൾ അതിനെ ഓർത്തഡോക്സ് സഭ അതിനുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ നിലപാടിനെ സഭ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭ. വിശദാംശങ്ങളാണ് അജിത് ബാബു നൽകിയത്.